നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 2026-2027 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമ ബോർഡ് പെൻഷനുകളും 1600 രൂപയിൽ നിന്നും 2000 രൂപയായി വർദ്ധിപ്പിച്ചതാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനം. കൂടാതെ തിരുവനന്തപുരത്ത് VS-ന് സ്മാരകം പണിയാൻ 20 കോടി രൂപ തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ബജറ്റ് പ്രഖ്യാപനം നടത്തി. കെ-റെയിലിനു പകരം റാപ്പിഡ് റെയിൽ പദ്ധതി. ഇതിനായി 100 കോടി രൂപ അനുവദിച്ച് ഇന്നത്തെ 2026-27 കേരള ബജറ്റ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന അതിവേഗ റാപ്പിഡ് റെയിൽ പദ്ധതി അടുത്ത വർഷം തുടങ്ങാൻ ലക്ഷ്യമിട്ട് സർക്കാർ 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കും. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി തള്ളിക്കൊണ്ടാണ് 583 കിലോമീറ്റർ നീളമുള്ള പുതിയ റാപ്പിഡ് റെയിൽ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത്. 2027 മുതൽ നിർമ്മാണം ആരംഭിച്ച് 2033 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 284 കിലോമീറ്റർ ആണ് ആദ്യഘട്ടം. മണിക്കൂറിൽ 160-180 കിലോമീറ്റർ വരെ വേഗം, കുറഞ്ഞ സ്റ്റേഷൻ ഇടവേള, ഉയർന്ന യാത്രാശേഷി എന്നിവ ഈ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം തിരഞ്ഞെടുക്കാൻ കേരളത്തെ പ്രേരിപ്പിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ മുഴുവൻ കടബാധ്യതകളും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ് ഇത്തരത്തിൽ സർക്കാർ ഏറ്റെടുക്കുന്നത്. സർക്കാർ 18.75 കോടി ബാങ്കുകൾക്ക് കൈമാറും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇതിനാവശ്യമായ തുക അനുവദിക്കുക എന്ന് കെ രാജൻ അറിയിച്ചു. കേരള ക്രിക്കറ്റ് ടീമിനെ നേരിൽ കണ്ട ഇതിഹാസ താരം സച്ചിൻ തെണ്ടുൽക്കർ. ഗോവ ക്രിക്കറ്റ് അസോസിയേഷൻ ഗ്രൗണ്ടിൽ പരിശീലനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് കേരള ടീം സച്ചിനുമായി കൂടിക്കാഴ്ച നടത്തിയത്. താരങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച അദ്ദേഹം ഗോവയ്ക്കെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കണമെന്ന് ടീമിനോട് നിർദ്ദേശിച്ചു. ടീം അംഗങ്ങൾക്കൊപ്പം ഫോട്ടോ എടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. നാളെ ഗോവയ്ക്കെതിരെയാണ് കേരളത്തിന്റെ നിർണായക മത്സരം നടക്കുന്നത്. സച്ചിന്റെ മകൻ അർജുൻ തെണ്ടുൽക്കർ ഗോവ ടീമിലെ അംഗമാണ് എന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. കേരള താരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു സച്ചിന്റെ അപ്രതീക്ഷിത സന്ദർശനം. ഇറാനെതിരെ യുദ്ധഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാൻ ഉടൻ ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആക്രമണം ഉണ്ടായാൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രതികരിക്കുമെന്ന് ഇറാനും നിലപാടെടുത്തു. കരയിലൂടെയോ കടലിലൂടെയോ ഉള്ള ഏതൊരു നീക്കത്തെയും ശക്തമായും ചെറുത്തു നിർത്തും. രാജ്യത്ത് സൈന്യം കാഞ്ചിയിൽ വിരൽ ചേർത്ത് തയ്യാറായിരിക്കുകയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ന്യായവും നീതിയുക്തവും ഇരു കൂട്ടർക്കും ഗുണപ്രദമായ കരാറിലെ ഇറാൻ എക്കാലവും സ്വാഗതം ചെയ്തിട്ടുള്ളൂ എന്നും വ്യക്തമാക്കി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.